നാം ഒരു ഒരുക്ക ശുശ്രൂഷയിൽ പ്രവേശിച്ചിരിക്കുന്നല്ലോ പ്രിയമുള്ളവരെയും. നാം പുനരൈക്യ ശതാബ്ദിയുടെ ഒരുക്കത്തിൻ്റെ തിരി ഇവിടെ തെളിയിച്ചിരിക്കുക. വെള്ളിപു നിറഞ്ഞോരീശോയെ ഓർത്ത് തെളിക്കുക. വചനത്തിൽ നാം വേരൂന്നി നിന്ന് നമ്മുടെ ഒരുക്കം ആരംഭിക്കുന്നു. The centrality of Christian life is on the word of God in His holy church. അവിടുത്തെ പരിശുദ്ധ സഭയിൽ വചന കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആവിഷ്കരണത്തിന് മലയിറങ്ങി വന്ന മാർ ഇവാനിയോസ് എന്ന വലിയ തപോധനൻ, നമ്മുടെ പ്രിയ പിതാവ് നൽകിയ നേതൃത്വം മാറിപ്പോയതിനെ ചേർത്ത് വയ്ക്കുവാൻ, സാർവത്രികതയുടെ ഐക്യത്തിൽ ആത്മീയ ഐക്യം പരിപോഷിപ്പിക്കുവാൻ നമ്മുടെ പിതാവ് നൽകിയ മാതൃകയും നേതൃത്വവും അനിതര സാധാരണമായ ആത്മബലവും അത് നമുക്ക് പകർന്നു നൽകുന്ന വിശേഷിപ്പിക്കുവാനാവാത്ത ധൈര്യവും മിഷണറി ഭാവവും അതിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ വചനവർഷം ഇതോട് ചേർത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. 2024 സെപ്റ്റംബർ മാസം 20 മുതൽ 25 സെപ്റ്റംബർ മാസം 19 തീയതി വരെ വചന വർഷത്തിൻ്റെ ആ ആചരണം നടപടികൾ വചനം ജീവിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സഭയിൽ എല്ലാ തലങ്ങളിലും നടത്തപ്പെടുകയാണ്. നമ്മുടെ എല്ലാ ഇടവകകളിലും മിഷൻ കേന്ദ്രങ്ങളിലും 2024 സെപ്റ്റംബർ 29 തീയതി, അതായത് അടുത്ത ഞായറാഴ്ച, വചനവർഷം നമ്മുടെ എല്ലാ ഇടവകകളിലും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അത് നമ്മുടെ കൃത്യമായി അതിൻ്റെ പ്രൊസീജിയർ എല്ലാവരെയും രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള വചനപ്രതിഷ്ഠ, വേദപുസ്തകം പ്രതിഷ്ഠിച്ച് ഇടവകയിൽ ദേവാലയത്തിൽ ആഘോഷിക്കുന്നത്. അതേ ദിവസം ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും വചനപ്രതിഷ്ഠ നടത്തുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. സന്ധ്യാസമയത്ത് മാതാപിതാക്കൾ വീട്ടിലുണ്ടാകണം. അത് 7 മണിക്ക്. എന്താണ് ഈ 7 മണിയുടെ പ്രത്യേകത? അത് 7 മണിയായതുകൊണ്ടാണ്. 7 മണിക്ക് മറ്റ് അസൗകര്യങ്ങൾ, അത്താഴത്തിന് പോവുകയോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരികയോ ഒക്കെ ചെയ്യുന്ന അതിന് സമയം നമുക്കുള്ളത് കൊണ്ടൊരു കൃത്യമായ സൗകര്യപ്രദമായ സമയം. 7:10 എന്താ കുഴപ്പം? അതെനിക്കറിഞ്ഞുകൂടാ. 7 ചെയ്യണമെന്നാണ് തോന്നുന്നതും പറയുന്നതും. 7 മണിക്ക് ഈ പ്രാർത്ഥന, ഈ വചനപ്രതിഷ്ഠ നടത്തുക. അത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നടക്കുക. നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ പരിശുദ്ധാത്മാവ് തുറന്നു തരുമ്പോൾ വാതിലുകൾ കൊട്ടിയടയ്ക്കാതെ ഇരിക്കുക. അത് തുറന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. നമ്മുടെ ഈ വചനവർഷത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരുക്ക ശുശ്രൂഷയിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന അത്ഭുതകരമായ സ്വർഗത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ആ വഴി ഹൃദയപൂർവ്വം സ്വീകരിക്കാം. ഇത് പരിശുദ്ധാത്മാവ് രൂപീകരിച്ച പുനരൈക്യത്തിൻ്റെ പരിശുദ്ധാത്മ നിറവുള്ള ഒരു സഭാ സമൂഹമായി നമുക്കിതിനെ മുൻപോട്ട് കൊണ്ടുപോകാം.